ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു Q&A വീഡിയോ ആണ്. ഇതിന്റെ ഫസ്റ്റ് Q&A ആണ്. അതുപോലെ തന്നെ ഒരു 2 മാസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നേ. സോ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ ഒരു പോസ്റ്റിന്റെ താഴെ അത്യാവശ്യം കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിനൊക്കെ നമുക്ക് ഓരോന്നായിട്ട് റിപ്ലൈ കൊടുക്കാവേ. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫുൾ നെയിം ഗോപിക എ എന്നാണേ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ എന്തിനാണ് കറന്റ് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ +1 പഠിക്കുന്നത്. ഇനി എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ MGM സെൻട്രൽ പബ്ലിക് സ്കൂൾ ആക്കുളത്തെ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പാസ്റ്റിൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സീരിയസ്ലി ആലോചിച്ചിട്ടില്ല. 2024 2 ഫെബ്രുവരിയിലാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് അപ്പോൾ തീരുമാനിച്ച് അപ്പോൾ എടുത്ത് ചുമ്മാ അങ്ങ് ഇട്ടതാണ്. പക്ഷെ അത് അത്യാവശ്യം 2.4K വ്യൂസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കയറുമായിരിക്കും എന്ന് വിചാരിച്ചാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് ഇപ്പോൾ അത് 11K സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിയത്. പാസ്റ്റിൽ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്കൊരു യൂട്യൂബർ ആകണമെന്നും അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടണമെന്നും ഒന്നും ചിന്തിച്ചിട്ടില്ല. പെട്ടെന്നുണ്ടായൊരു ഇതാണ്. വാട്ട് വാസ് ദ റീസൺ ഫോർ സ്റ്റാർട്ടിങ് ദിസ് യൂട്യൂബ് ചാനൽ? റീസൺ ഒത്തിരി ഉണ്ട്. റീസൺ എന്ന് പറയുമെങ്കിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനും ഒന്ന് അറിയപ്പെടണമെന്ന് തോന്നി. അതുപോലെ തന്നെ വേറൊരു ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഏർണിങ്സ് എൻ്റെ കയ്യിൽ വരുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും ഉള്ള ആ ഒരു ഫ്രീഡം കിട്ടും എന്ന് കരുതിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്തത് അൺഎക്സ്പെക്റ്റഡ്ലി ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ എയിം ചോദിച്ചിട്ടുണ്ട്, ഓർ എൻ്റെ അംബീഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എയിം എന്ന് പറയുന്നത് എനിക്കൊരു പോലീസ് ഓഫീസർ ആകണമെന്നാണ് എൻ്റെ കറൻ്റ്ലി ഉള്ള എൻ്റെ ആഗ്രഹം. ഇതിൻ്റെ കുഞ്ഞുനാളിലെ തൊട്ട് ഉള്ളൊരു ആഗ്രഹമാണ്. ഹൂ വാസ് യുവർ ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ? ഇൻസ്പിറേഷൻ എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫെബ്രുവരി 2 പെട്ടെന്നൊരു വീഡിയോ എടുത്ത് അതിപ്പോഴും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഓൾഡസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഷോർട്സിൽ തന്നെ ഓൾഡസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇട്ടിരിക്കുന്ന ഫസ്റ്റ് വീഡിയോ ഒരു കോളിഫ്ലവർ 65ൻ്റെ ആണ്. അത് പെട്ടെന്ന് എടുത്തതാണ്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പെട്ടെന്ന് അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് കാണും, പക്ഷെ ആരുമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ചേച്ചിക്ക് കുക്കിങ്ങിനോട് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് വന്നേ? കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് വരാനുള്ള റീസൺ ഒത്തിരി ഉണ്ട്. എനിക്ക് കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് വന്നത് എൻ്റെ വല്യമ്മയും അച്ഛനും അമ്മയും എല്ലാവരും നല്ല കുക്കാണ് ഗൈസ്. സോ അതുകൊണ്ട് അവരുണ്ടാക്കുന്ന കണ്ട് അതൊക്കെയാണ് ഞാനും കഴിക്കുന്നത്. സോ അങ്ങനെ ഇത്രയും ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ആഗ്രഹം തോന്നിയാണ് ഞാനും പഠിച്ച് തുടങ്ങിയത്. ഇപ്പോൾ എനിക്കും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാം. സോ അവരുടെ നിന്നാണ് എനിക്ക് ആ ഒരു കുക്കിംഗ് സ്കില്ല് കിട്ടിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യൂട്യൂബ് തുടങ്ങിയപ്പോൾ എല്ലാവരും സപ്പോർട്ടായിരുന്നു? എനിക്ക് ആ ക്വസ്റ്റ്യൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. യൂട്യൂബ് തുടങ്ങിയപ്പോൾ അങ്ങനെ ആരും സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്കറിയാമെന്നുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ റിലേറ്റീവ്സും കുഴപ്പമില്ലാത്ത സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര സപ്പോർട്ടൊന്നും അല്ലായിരുന്നു. തുടങ്ങിയ സമയത്ത് എല്ലാവരും വിചാരിച്ചിരുന്നോ ഇത് ചുമ്മാതെയാ, വെറുതെയാണ്, ഇത് കയറത്തൊന്നും ഇല്ലെന്ന് വിചാരിച്ചു കുറച്ച് പേര്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നവർ സപ്പോർട്ടല്ല, അല്ലാത്തവർ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ തുടങ്ങിയ സമയത്ത് അങ്ങനെ ആരും സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നില്ല. അതങ്ങനെയാണ്, തുടങ്ങുമ്പോൾ എല്ലാവരും വിചാരിക്കും അത് ചുമ്മാതെയാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നതിലാണ് കാര്യം. കുക്കിംഗ് ചെയ്യാനുള്ള കഴിവ് ആരുടേന്ന് കിട്ടിയതാണ്? കുക്കിംഗ് ചെയ്യാനുള്ള കഴിവ് കിട്ടിയത് എൻ്റെ വല്യമ്മയുടെ നിന്നാണ്. വല്യമ്മ നല്ലപോലെ ഫുഡ് ഉണ്ടാക്കും. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും അടിപൊളി ആയിട്ട് കുക്ക് ചെയ്യും. അവരുടെ നിന്നാണ് എനിക്ക് ആ ഒരു കഴിവ് കിട്ടിയത്. ക്ലാസ്സിൽ പോകുമ്പോൾ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യുന്നത്? ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എനിക്ക് 2:45 വരെയാണ് ക്ലാസ് ഉള്ളത്. ആ ഒരു സമയത്ത് വീഡിയോ ഞാൻ ഷെഡ്യൂൾ ചെയ്തിടാണ് ചെയ്യുന്നത്. അതായത് ഇന്ന ഡേറ്റ് ഇന്ന ടൈമിൽ വീഡിയോ ഷെഡ്യൂൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഫോണിൽ നെറ്റ് ഓൺ ആണെങ്കിൽ ആ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നതാണ്. അങ്ങനെയാണ് ഞാനിപ്പോൾ കറൻ്റ് വരെ അങ്ങനെയാണ് ചെയ്തിടുന്നത്. സോ അങ്ങനെയാണ് ക്ലാസ്സിൽ പോകുമ്പോൾ യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യുന്നത്. പിന്നെ വീഡിയോസൊക്കെ ഞാൻ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലാണ് ഒരുപാട് വീഡിയോസ് എടുക്കാറുണ്ട്. ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്, അതാണ് പറയാനുള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു 11K സബ്സ്ക്രൈബേഴ്സ് എത്തിയത്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് 11K സബ്സ്ക്രൈബേഴ്സ് ആണ്. പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 11 എന്നുള്ളത് 12K ആവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യു ഹാവ് എനി പ്ലാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുക്കിങ്ങിനോട്, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിനോടാണോ എന്ന് ചോദിച്ചാൽ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ഭയങ്കര പ്ലാൻസ് ഒക്കെ ഉണ്ട് എനിക്ക്. അല്ലാണ്ട് എൻ്റെ പേഴ്സണലാണ് ചോദിക്കുന്നതെങ്കിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗോപികയ്ക്ക് ഒരു നല്ല ബിസി കരിയർ കിട്ടിയാലും യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്യുമോ? ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യും. ഞാൻ ആദ്യം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല. ഏർണിങ്സ് കിട്ടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം എന്ന് കരുതിയാണ് ഞാൻ ഇരുന്നതെങ്കിലും ഇപ്പോൾ എൻ്റെ തോട്ട് കംപ്ലീറ്റ്ലി മാറി. സോ എത്ര ബിസി കരിയർ ആണെങ്കിലും ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ആ ഒരു വാക്ക് ഞാൻ തരുവാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്യൂബിൽ നെഗറ്റീവ് കമൻറ്റ്സ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും?
നല്ല ക്വസ്റ്റ്യൻ ആണേ. യൂട്യൂബിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, കുറച്ച് പേരൊക്കെ അയക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എൻ്റെ ഇൻസ്റ്റയിലും വന്നിട്ട് അയക്കാറുണ്ട്. അവർക്കൊക്കെ കറക്റ്റായിട്ട് മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹാൻഡിൽ ചെയ്യാൻ സിമ്പിളാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റാണ്, സ്വന്തമായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്, എല്ലാം സ്വന്തമായിട്ടാണ്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ്സ് വരാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആ വീഡിയോയ്ക്ക് ഒന്നും ഇല്ല. ഞാൻ ഇടുന്ന ഒരു വീഡിയോയ്ക്ക് നെഗറ്റീവ്സ് വരാനായിട്ടില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ പറയാം. പക്ഷെ അല്ലാതെ നെഗറ്റീവായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. പക്ഷെ അങ്ങനെ വന്നിട്ടുള്ള 2-3 കമൻറ്റ്സേ ഉള്ളൂ. ഇത്രയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തതിൽ ഒരു 2-3 നെഗറ്റീവ് കമൻറ്റ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. വലുതായിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലേറ്റീവ്സിൻ്റെ അഭിപ്രായം അബൌട്ട് യൂട്യൂബ് ചാനൽ. എനിക്ക് ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. റിലേറ്റീവ്സിൻ്റെ അഭിപ്രായം എന്ന് പറയാമെങ്കിൽ റിലേറ്റീവ്സ് കുറേ ആൾക്കാർ സപ്പോർട്ടാണ്, കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് സപ്പോർട്ടാണ്. പക്ഷെ കുറേ ആൾക്കാർക്ക് അത്ര സപ്പോർട്ടൊന്നും അല്ല. എന്നാലും ഓക്കെയാണ്. ആദ്യമൊക്കെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ആദ്യമൊക്കെ കുറേ പേര് കുറേ കുറ്റങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് അങ്ങനെയാണ്, അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതിരുന്നതുകൊണ്ടായിരിക്കും മേ ബി എനിക്കിപ്പോൾ 11K സബ്സ്ക്രൈബേഴ്സ് ആയതും ഞാൻ ഗ്രോ ആയി വരുന്നതും. സോ നമ്മൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സപ്പോർട്ടാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ്. കാരണം ഇത് ഗ്രോ ആയി വരുമെന്ന് അവരാരും വിചാരിച്ചില്ല. ഗ്രോ ആയി വന്നപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്, അല്ലാത്തപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് യുവർ റോൾ മോഡൽ ഇൻ ലൈഫ്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റോൾ മോഡലായിട്ട് ഞാൻ ആരും കൺസിഡർ ചെയ്തിട്ടില്ല. ഞാൻ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. കാരണം പഠിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ സൈഡിൽ എന്താ പറയുക കുറച്ച് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ ഞാൻ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരും റോൾ മോഡലായിട്ട് എൻ്റെ ലൈഫിൽ ഇല്ല. ഹൗ ഡു യു മാനേജ് യുവർ സ്റ്റഡീസ് ആൻഡ് യൂട്യൂബ് ചാനൽ? ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യുന്നതും സ്റ്റഡീസ് മാനേജ് ചെയ്യുന്നതും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. സ്റ്റഡീസ് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനലും കൊണ്ടുപോകുന്നത്. അതായത് പഠിക്കേണ്ട സമയത്ത് നല്ലപോലെ പഠിക്കുന്നുണ്ട്, എക്സാം ടൈമിലായാലും അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത ടൈമിലൊക്കെ നല്ലപോലെ പഠിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യേണ്ട സമയത്തും അതായത് അപ്ലോഡ് ചെയ്യുന്ന ടൈമിലൊക്കെ നല്ലപോലെ യൂട്യൂബിനും ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിപ്പോൾ ഇത്രയും ഗ്രോ ആയി വന്നത്. സോ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ മാനേജ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഭയങ്കര പാടാണ്. എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പഠിക്കുന്ന സമയത്ത് പഠിക്കുക, യൂട്യൂബിൻ്റെ ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ബാക്കി അതിൻ്റെ വഴിക്കങ്ങ് നടക്കും, അത്രേ ഉള്ളൂ. സോ മാനേജ് ചെയ്യാൻ സിമ്പിളൊന്നും അല്ല, എന്നാലും ഓക്കെയാണ്. വാട്ട് ഈസ് യുവർ പ്ലാൻ ആഫ്റ്റർ 12th? ഞാനിപ്പോൾ 11th പഠിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ 12th ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ലൊരു കോളേജിൽ പോകണമെന്നും നല്ലൊരു കോഴ്സ് എടുക്കണമെന്നും എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ അപ്പോൾ അതിപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്താ പറയുക, പ്ലാനിങ് നടക്കുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ആവുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിൽ യു ടേക്ക് കുക്കിംഗ് ആസ് എ കരിയർ ഓർ ചൂസ് സംതിങ് എൽസ്? കുക്കിംഗ് കരിയറായിട്ട് എടുക്കത്തൊന്നുമില്ല. കാരണം എനിക്ക് കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് ഒക്കെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ന് വെച്ചാൽ അതായിരിക്കില്ല എൻ്റെ കരിയർ. എൻ്റെ കരിയർ എന്ന് പറയുന്നത് എനിക്കൊരു പോലീസ് ആകണം എന്നാണ്. പിന്നെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം, അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ കരിയറായിട്ട് ഞാൻ ഒരിക്കലും കുക്കിങ്ങിനെ എടുക്കത്തില്ല. യൂട്യൂബ് ചാനൽ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ പോവില്ല. ബാക്കിയുള്ള എൻ്റെ ആക്ടിവിറ്റീസിൻ്റെ കൂടെ ഇത് നടക്കും എന്നുള്ളതാണ്. എൻ്റെ ഫാമിലിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഫാമിലിയിൽ എത്ര പേരാണെന്നുള്ളത്. എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ 4 പേരാണ്. അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ. എനിക്കൊരു ബ്രദറുണ്ട്. ബ്രദറിൻ്റെ പേര് ഗൗതം എന്നാണ്. അച്ഛൻ്റെ പേര് അജിത് കുമാർ എന്നാണ്. അമ്മയുടെ പേര് ദീപ്തി നവൽ എന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഫാമിലി. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കുഞ്ഞ് ഫാമിലിയാണേ. അപ്പോൾ ഈ ഒരു യൂട്യൂബിൽ വന്ന ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ്. അപ്പോൾ നമുക്കിനി ഇൻസ്റ്റയിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റയിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഫ്രണ്ട്സിൻ്റെ അഭിപ്രായം അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എസ്പെഷ്യലി ഒരു 2-3 ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈ നിമിഷം വരെയും ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്ന 2-3 ഫ്രണ്ട്സ് എനിക്കുണ്ട്. 2-3 അല്ല, ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലും എടുത്ത് പറയേണ്ടത് ഒരാളാണ്. ആളുടെ പേര് വൈഷ്ണ എന്നാണ്. ഭയങ്കര സപ്പോർട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അവൾ അതിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ 101 വീഡിയോസിൽ, കറൻ്റ്ലി ഞാൻ ഇട്ടിട്ടുള്ളതിൽ 101 വീഡിയോസിലും അവൾ ഒത്തിരി കമൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാവർക്കും ഷെയർ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സോ അങ്ങനെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും മിക്കവരും സപ്പോർട്ടാണ്. ഒരുപാട് ആൾക്കാർ സപ്പോർട്ടാണ്. പിന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ്. ആസ് എ യൂട്യൂബർ ഞാൻ ഉള്ളത് കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അതാണ്. സ്കൂളിലെ ടീച്ചേഴ്സ് സപ്പോർട്ടാണോ? സ്കൂളിലെ ടീച്ചേഴ്സ് സപ്പോർട്ടാണ്. സെക്കൻഡറി ആയിട്ട് കൊണ്ടുപോവുക യൂട്യൂബ് എന്നാണ്. യെസ്, ഓഫ് കോഴ്സ് സെക്കൻഡറി ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ആദ്യം പ്രയോറിറ്റി സ്റ്റഡീസിന് തന്നെയാണ്. അത് ഇനിയിപ്പോൾ എത്ര ലെവലിൽ പോയാലും സ്റ്റഡീസിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് ആയിരിക്കും ഈ ഒരു യൂട്യൂബ് ചാനൽ. പക്ഷേ യൂട്യൂബ് ചാനലിലും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഇപ്പോൾ ഞാൻ തൽക്കാലം പോകുന്നത്. കാരണം രണ്ടും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റഡീസും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും കുക്കിംഗ് പാളി പോയിട്ടുണ്ടോ? ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണത്.
കുക്കിങ്സ് പാളിപ്പോയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഇച്ചിരി ഉപ്പ് കുറവ്, എരിവ് കുറവ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ കംപ്ലീറ്റ്ലി അത് മൊത്തത്തിൽ അങ്ങ് ചീത്ത അല്ലെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം അങ്ങ് ബാഡായി പോയിട്ടില്ല. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അല്ല, അങ്ങനെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഉപ്പ് കുറവ്, എരിവ് കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും മധുരത്തിന് കുറവ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ കംപ്ലീറ്റ്ലി ബാഡായി പോയിട്ടില്ല. എന്താണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് കമൻറ്റ് ബോക്സിൽ? കമൻറ്റ് ബോക്സിൽ എല്ലാവർക്കും എന്തിനാണ് റിപ്ലൈ കൊടുക്കുന്നത് എന്നായിരിക്കും ബേസിക്കലി ഉദ്ദേശിച്ചത്. അത് ഞാൻ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ നമ്മളാണെങ്കിലും ഒരു വലിയ യൂട്യൂബറിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ഇടും. പക്ഷെ ആ ഒരു യൂട്യൂബർ വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ റിപ്ലൈ കൊടുക്കുകയുള്ളൂ, നമുക്കൊന്നും റിപ്ലൈ തരില്ല. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യും. നമ്മൾ തന്നെ ഓർക്കും, ഇത് ഞാൻ വലിയൊരാളായിരുന്നു എങ്കിൽ എനിക്ക് റിപ്ലൈ തന്നേനെ എന്ന് ആലോചിക്കും. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒത്തിരി കമൻറ്റ്സ് വരുന്നത് കുഞ്ഞു കുട്ടികളാണ് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് അവർ ഭയങ്കര ഹാപ്പി ആവും ബേസിക്കലി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത്. നെഗറ്റീവ് കമൻറ്റ്സ് വന്നാലും ഞാൻ ചിരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോഴൊക്കെ റിപ്ലൈ കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇനിയും അങ്ങനെ ആയിരിക്കും. ഞാൻ എത്ര ഹൈയിലെത്തിയാലും ഞാൻ എല്ലാ കമൻറ്റ്സിനും മാക്സിമം റിപ്ലൈ കൊടുക്കാൻ തന്നെ നോക്കും, റിപ്ലൈ കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കസിൻസ് എല്ലാവരും സപ്പോർട്ടാണോ? കസിൻസ് എല്ലാവരും സപ്പോർട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആണ്, കുറച്ച് പേരൊക്കെ സപ്പോർട്ടാണ്. കാര്യം കസിൻസ് ഒക്കെ സപ്പോർട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട 2 പേരാണ് ആഗ്നേയ് സൂരജും അതുപോലെ തന്നെ ദിയ കിരണും. ഇത് രണ്ടും എൻ്റെ ലിറ്റിൽ യങ് വൺസ് ആണ്. അപ്പോൾ ഇവർ 2 പേരും എന്ന് പറയുന്നത് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുന്ന 2 ആൾക്കാരാണ്. ഭയങ്കര സപ്പോർട്ടാണ്. സോ ഇനിയുള്ള വീഡിയോസിൽ അവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഈ 2 പേരുടെ എടുത്തു പറയേണ്ട സപ്പോർട്ടാണ്. ഈ 2 ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ Q&A ചെയ്യുന്നത് 100K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴായിരിക്കും. സോ അതുവരേക്കും എല്ലാവർക്കും ബൈ.